സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു അപരിചിതനെ ആദ്യമായി കാണുമ്പോൾ അയാൾ എങ്ങനെയാണ് നിങ്ങളെക്കുറിച്ചൊരു അഭിപ്രായം രൂപപ്പെടുത്തുന്നതെന്ന്? ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. വളരെ വലുതും വിലകൂടിയതുമായ കാറുകൾ വിൽക്കുന്ന ഒരു കടയുണ്ട്. അവിടെ ഒരേ സമയം രണ്ടുപേർ കടന്നു ചെല്ലുന്നു. ഒന്നാമത്തെ ആളുടെ വീട്ടിലെ തിജോരിയിൽ കോടിക്കണക്കിന് രൂപയുണ്ട്. പക്ഷേ അയാൾ മുഷിഞ്ഞ വസ്ത്രങ്ങളും ചീകാത്ത മുടിയും തേയ്മാനം വന്ന ചെരുപ്പും ധരിച്ചാണ് ആ കടയിലേക്ക് കയറുന്നത്. മറുവശത്ത് രണ്ടാമതൊരാൾ കടന്നുവരുന്നു. അയാളുടെ പോക്കറ്റ് തികച്ചും കാലിയാണ്. അയാൾക്ക് കടബാധ്യതയുമുണ്ട്. പക്ഷേ അയാൾ നല്ല വൃത്തിയുള്ള, കറക്റ്റായി ഇസ്തിരിയിട്ട വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. അയാളുടെ ഷൂസുകൾ തിളങ്ങുന്നുണ്ട്. അയാളുടെ മുഖത്ത് വല്ലാത്തൊരു തേജസ്സുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ സത്യസന്ധമായി ചിന്തിച്ചു പറയുക, ആ കടയുടെ ഉടമസ്ഥൻ ആദ്യം ഓടിച്ചെല്ലുന്നത് ആരുടെ അടുത്തേക്കായിരിക്കും? അയാൾ ആർക്കായിരിക്കും കൂടുതൽ ബഹുമാനം നൽകുക? ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം. വസ്ത്രധാരണത്തിലും രൂപത്തിലും ഗാംഭീര്യമുള്ള ആളെയാകും അയാൾ സലാമടിക്കുന്നത്. ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും കൈപ്പേറിയതും എന്നാൽ ഏറ്റവും പച്ചയായതുമായ സത്യം. ഇന്നത്തെ ഈ കാലത്ത് ആളുകൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടോ, നിങ്ങളുടെ അറിവോ, നിങ്ങളുടെ ശുദ്ധമായ മനസ്സോ ഒക്കെ നോക്കുന്നത് പിന്നീടാണ്. നിങ്ങളുടെ നിലവാരം ആദ്യം അളക്കുന്നത് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്നാണ്. ആചാര്യ ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മനുഷ്യന്റെ തലച്ചോറിലെ ഈ സത്യം മനസ്സിലാക്കിയിരുന്നു. ചാണക്യനീതിയുടെ 15-ാം അധ്യായത്തിൽ അദ്ദേഹം വളരെ കഠിനമായൊരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. കുചേലിനം ദന്തമലോപധാരിണം ബഹ്വാശിനം നിഷ്ഠുരഭാഷിണം ച സൂര്യോദയേ ചാസ്തമിതേ ശയാനം വിമുഞ്ചതി ശ്രീരപി ചക്രപാണിം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം വളരെ ആഴത്തിലുള്ളതാണ്. ആചാര്യ ചാണക്യൻ പറയുന്നു, മുഷിഞ്ഞതും വൃത്തികെട്ടതുമായ വസ്ത്രങ്ങൾ ധരിക്കുന്ന, പല്ലുകൾ വൃത്തിയാക്കാത്ത, അമിതമായി ഭക്ഷണം കഴിക്കുന്ന, കഠിനവും പരുഷവുമായ വാക്കുകൾ സംസാരിക്കുന്ന, സൂര്യനുദിച്ച ശേഷവും ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ സാക്ഷാൽ ലക്ഷ്മീദേവി അപ്പോൾ തന്നെ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു. അയാൾ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണെങ്കിൽ പോലും സമ്പത്തും വിജയവും അങ്ങനെ ഒരാളുടെ അടുത്ത് ഒരിക്കലും നിൽക്കില്ല. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ നല്ല വസ്ത്രം ധരിക്കുന്നതിന്റെയും സ്വന്തം വേഷവിധാനം മികച്ചതാക്കി നിർത്തുന്നതിന്റെയും അത്ഭുതകരമായ 5 ഗുണങ്ങളാണ് നാം അറിയാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. ഇതൊരു വെറും പ്രകടനമല്ല, മനുഷ്യന്റെ മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിലാക്കാനുള്ള വളരെ ആഴത്തിലുള്ള ഒരു കലയാണ്. എന്നാൽ ഈ നേട്ടങ്ങൾ അറിയുന്നതിനു മുമ്പ് നമ്മൾ കുട്ടിക്കാലം മുതൽ ഒരു മഹത്തായ ചിന്തയായി കൊണ്ടുനടക്കുന്ന സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു തെറ്റിനെക്കുറിച്ച് ഞാൻ പറയാം. ഈയൊരു തെറ്റാണ് ആളുകളുടെ മുന്നിൽ നമ്മെ എപ്പോഴും വിലകുറഞ്ഞവരാക്കി മാറ്റുന്നത്. ആളുകൾ നിങ്ങളെ കണ്ട് വഴിമാറിത്തരണമെന്നും നിങ്ങളെ ബഹുമാനിക്കാൻ നിർബന്ധിതരാകണമെന്നും നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പാതിവഴിയിൽ ഉപേക്ഷിക്കുന്ന തെറ്റ് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ തുടങ്ങാം സമൂഹത്തിന്റെ ആ വലിയ തെറ്റും നിങ്ങളുടെ വ്യക്തിത്വം തന്നെ മാറ്റിമറിക്കുന്ന നല്ല വസ്ത്രങ്ങളുടെ ആ 5 മാന്ത്രിക ഗുണങ്ങളും. സമൂഹത്തിന്റെ ഏറ്റവും ആദ്യത്തെയും വലുതുമായ തെറ്റ്, ഇന്നും ആളുകൾ ഒരു വലിയ ഗുണമായി കരുതുന്ന ആ കാര്യം, ഒരു മനുഷ്യൻ അറിയപ്പെടുന്നത് അവന്റെ വസ്ത്രങ്ങൾ കൊണ്ടല്ല, മറിച്ച് അവന്റെ അറിവും മനസ്സും കൊണ്ടാണെന്ന് ചിന്തിക്കുന്നതാണ്. വളരെ വിദ്യാസമ്പന്നരായ പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവരുടെ മനസ്സും വളരെ ശുദ്ധമായിരിക്കും. പക്ഷേ അവർ സ്വന്തം ജീവിതരീതിയിൽ ഒട്ടും ശ്രദ്ധിക്കില്ല. അവർ ഏതെങ്കിലും വലിയ സ്ഥലത്തോ വിവാഹങ്ങൾക്കോ അത്യാവശ്യ കാര്യങ്ങൾക്കോ കീറിയതും പഴകിയതും കഴുകാത്തതുമായ വസ്ത്രങ്ങൾ ധരിച്ചുപോകും. ആരെങ്കിലും ചോദിച്ചാൽ അവർ വളരെ അഭിമാനത്തോടെ പറയും, ഞങ്ങൾക്ക് പ്രകടനമിഷ്ടമല്ല, ഞങ്ങളുടെ അറിവ് നോക്കൂ, വസ്ത്രങ്ങളല്ല. ലളിതമായ ജീവിതം, ഉയർന്ന ചിന്ത എന്നതാണ് ഞങ്ങളുടെ അടയാളം. എന്നാൽ ആചാര്യ ചാണക്യൻ ഈ ചിന്തയെ തികഞ്ഞ വിഡ്ഢിത്തം എന്നാണ് പറയുന്നത്. ലളിതമായ ജീവിതം നയിക്കുക എന്നതിനർത്ഥം ദാരിദ്ര്യത്തിലും വൃത്തികേടിലും ജീവിക്കുക എന്നല്ല. ലാളിത്യം എന്നാൽ വൃത്തിയായിരിക്കുക എന്നാണ്. ഇന്നത്തെ കാലത്തെ ഒരു കർശന നിയമം എപ്പോഴും ഓർക്കുക, കാണുന്നതേ വിലപ്പോകൂ. നിങ്ങൾ വീടിന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് എത്ര ശുദ്ധമാണെന്നോ, നിങ്ങൾക്ക് എത്ര ഡിഗ്രികളുണ്ടെന്നോ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുത്തു നോക്കാൻ ലോകത്തിന് സമയമില്ല. നിങ്ങൾ മുഷിഞ്ഞതും ചുളിവുകൾ വീണതുമായ വസ്ത്രം ധരിച്ച് വലിയൊരു ഉദ്യോഗസ്ഥന്റെയോ സ്വാധീനമുള്ള ഒരാളുടെയോ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു വാക്കുപോലും മിണ്ടാതെ നിങ്ങളുടെ ആ വസ്ത്രം വിളിച്ചു പറയുന്നുണ്ട്, ഞാനൊരു പരാജിതനാണ്, എന്നിൽ യാതൊരു അച്ചടക്കവുമില്ല, നിങ്ങൾക്കെന്നെ ഒതുക്കാമെന്ന്. ആളുകൾ നിങ്ങളോട് അങ്ങനെ തന്നെ പെരുമാറുകയും ചെയ്യും. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണും, നിങ്ങളെ പരിഹസിക്കും. നിങ്ങളുടെ അറിവിന് ആരും വില കൽപ്പിക്കില്ല. ഓർക്കുക, നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങളുടെ സ്വഭാവം വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വസ്ത്രധാരണത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റുക. വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇനി പറയാൻ പോകുന്നു. നല്ലതും വൃത്തിയുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന്റെ ഒന്നാമത്തെയും ഏറ്റവും വലിയതുമായ ഗുണം ഇതാണ്: മുന്നിലുള്ള ആളുടെ തലച്ചോറിന്മേലുള്ള നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം. ചാണക്യന്റെ നയതന്ത്രത്തിലെ വളരെ ആഴത്തിലുള്ള ഒരു നിയമമാണിത്. ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ ഒരു സാധാരണ ബാലനിൽ നിന്ന് മഗധയുടെ ചക്രവർത്തിയാക്കി മാറ്റുമ്പോൾ അദ്ദേഹം ചന്ദ്രഗുപ്തനെ ആദ്യം പഠിപ്പിച്ച പാഠം ഇതായിരുന്നു: ഒരു രാജാവ് എപ്പോഴും ഒരു രാജാവിനെപ്പോലെ കാണപ്പെടണം. ഒരു രാജാവ് തന്റെ രാജകീയ വസ്ത്രങ്ങളിൽ വൃത്തിയുള്ളതും തിളങ്ങുന്നതുമായ വസ്ത്രം ധരിച്ച് ദർബാറിലിരിക്കുമ്പോൾ പ്രജകളുടെയും ശത്രുക്കളുടെയും മനസ്സിൽ തനിയെ ഒരു ഭയമുണ്ടാകുമെന്ന് ചാണക്യൻ അറിയാമായിരുന്നു. ഈ നിയമം ഇന്നത്തെ കലിയുഗത്തിലും 100% പ്രവർത്തിക്കുന്നു. നിങ്ങൾ നല്ല കറക്റ്റായി ഇസ്തിരിയിട്ട വൃത്തിയുള്ള അടുക്കും ചിട്ടയുമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളൊന്നും പറയാതെ തന്നെ മുന്നിലുള്ള ആളുടെ തലച്ചോറിലേക്ക് ഒരു സന്ദേശം പോകും.
ഈ വ്യക്തി വളരെ അച്ചടക്കമുള്ളവനാണെന്നും വലിയ സ്വാധീനമുള്ളവനാണെന്നും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയവനാണെന്നും അയാൾക്ക് തോന്നിത്തുടങ്ങും. ആ നിമിഷമാണ് മുന്നിലുള്ള വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ കീഴടങ്ങുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും സർക്കാർ ഓഫീസിലോ ബാങ്കിലോ നിങ്ങളുടെ ഒരു ആവശ്യം നടത്താൻ പോകുന്നു. നിങ്ങൾ കീറിയതോ മുഷിഞ്ഞതോ ആയ വസ്ത്രങ്ങളാണ് ധരിച്ചിട്ടുള്ളതെങ്കിൽ അവിടെയിരിക്കുന്ന ജീവനക്കാരൻ നിങ്ങളെ മണിക്കൂറുകളോളം വരിയിൽ നിർത്തും. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അയാൾക്ക് മടിയുണ്ടാകില്ല. കാരണം നിങ്ങളൊരു സാധാരണക്കാരനാണെന്നും അയാൾക്ക് ഒരു ദോഷവും വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ലെന്നും അയാൾ കരുതുന്നു. എന്നാൽ നിങ്ങളൊരു വൃത്തിയുള്ള വസ്ത്രത്തിൽ ഷർട്ടിൻ ചെയ്ത് തിളങ്ങുന്ന ഷൂസുമായി അതേ ഓഫീസിലേക്ക് പോയാൽ അതേ ജീവനക്കാരൻ നിങ്ങളോട് കസേരയിലിരിക്കാൻ പറയും. അയാൾ നിങ്ങളുടെ കാര്യം ആദ്യം ചെയ്തു കൊടുക്കും. കാരണം നിങ്ങളുടെ വസ്ത്രങ്ങൾ അയാളുടെ മനസ്സിൽ നിങ്ങളൊരു സാധാരണക്കാരനല്ല എന്ന ഭയമുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങളുടെ നാവിനേക്കാൾ മുൻപേ നിങ്ങളുടെ ശക്തിയെ പ്രഖ്യാപിക്കുന്നു. രണ്ടാമത്തെ മാന്ത്രിക ഗുണം നിങ്ങളുടെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന തേജസ്സും ആത്മവിശ്വാസവും ഉണരുന്നു എന്നതാണ്. വസ്ത്രങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ മാത്രമുള്ളതാണെന്നാണ് മിക്ക ആളുകളും കരുതുന്നത്. എന്നാൽ ചാണക്യനീതി പറയുന്നത് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം നിങ്ങളുടെ സ്വന്തം ആത്മാവിലും നിങ്ങളുടെ ചിന്തകളിലും നേരിട്ട് സ്വാധീനം ചെലുത്തുന്നു എന്നാണ്. പഴയകാലത്തൊരു പോരാളി യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ അവൻ വെറുതെ വാൾ മാത്രമല്ല എടുക്കുന്നത്. അവൻ ആദ്യം തന്റെ കനത്ത കവചം ധരിക്കും. ആ കവചം അമ്പുകളിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ആ കവചം ധരിക്കുന്ന നിമിഷം ആ പോരാളിയുടെ ഉള്ളിലെ ഭയം മുഴുവൻ ഇല്ലാതാവുകയും അവന്റെ സിരകളിൽ ഒരു പുതിയ ഊർജ്ജം ഓടുകയും ചെയ്യും. ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾ വീട്ടിൽ മുഷിഞ്ഞതും അയഞ്ഞതുമായ വസ്ത്രം ധരിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മടി തോന്നും. നിങ്ങളുടെ നടുവ് വളഞ്ഞിരിക്കും. നിങ്ങളുടെ ശബ്ദത്തിൽ ഒരു ശക്തിയും ഉണ്ടാകില്ല. നിങ്ങൾക്ക് തന്നെ ഒരു വലിയ ക്ഷീണം അനുഭവപ്പെടും. എന്നാൽ നിങ്ങൾ കുളിച്ച് വൃത്തിയുള്ള ഒരു ഷർട്ട് ധരിക്കുമ്പോൾ, നിങ്ങളുടെ മുടി ശരിക്ക് ചീകി വെക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളിൽ ഒരു പുതിയ ഊർജ്ജം വരും. നിങ്ങളുടെ നട്ടെല്ല് തനിയെ നിവരും. നിങ്ങളുടെ നടത്തത്തിന്റെ ശൈലി മാറും. നിങ്ങളുടെ കണ്ണുകളിൽ ആരെയും ഭയപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രത്യേക തേജസ് വരും. നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങൾ ലോകത്തോടല്ല, മറിച്ച് നിങ്ങളൊരു വിജയിയാണെന്നും ഒരു പരാജിതനല്ലെന്നും നിങ്ങളോട് തന്നെയാണ് പറയുന്നത്. മൂന്നാമത്തെ കൃത്യമായ ഗുണം തകർക്കാനാവാത്ത ബഹുമാനത്തിന്റെ ഒരു സുരക്ഷാ കവചമാണ്. ആചാര്യ ചാണക്യൻ പറയുന്നു, ഈ ലോകം വളരെ ക്രൂരമാണ്. ദുർബലരെ അടിച്ചമർത്തുക എന്നതാണ് ഈ സമൂഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ദുർബലനും രോഗിയുമായ ഒരു രാജാവിനെ സ്വന്തം മന്ത്രിമാർ തന്നെ നശിപ്പിക്കും. അതുപോലെ തന്നെ കാഴ്ചയിൽ ക്ഷീണിച്ചവനും പരാജിതനും നിസ്സഹായനുമായി തോന്നുന്നവനെയാണ് ലോകം എപ്പോഴും ഇരയാക്കുന്നത്. നിങ്ങൾ വൃത്തികെട്ട, കഴുകാത്ത, യാതൊരു ചിട്ടയുമില്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ച് സമൂഹത്തിനിടയിലേക്ക് പോകുമ്പോൾ വരൂ, എന്നെ അപമാനിക്കൂ എന്ന് നിങ്ങൾ പറയാതെ തന്നെ ലോകത്തെ ക്ഷണിക്കുകയാണ്. മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്ന മനുഷ്യൻ ആൾക്കൂട്ടത്തിൽ എപ്പോഴും ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കും. അയാൾക്ക് ആരുടെയും കണ്ണിൽ നോക്കി സംസാരിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ വൃത്തിയുള്ളതും ചിട്ടയുള്ളതുമാണെങ്കിൽ അവ നിങ്ങൾക്ക് ചുറ്റും ബഹുമാനത്തിന്റെ ഒരു സുരക്ഷാ കവചം സൃഷ്ടിക്കുന്നു. നിങ്ങളോട് അനാവശ്യമായി സംസാരിക്കാൻ ആർക്കും ധൈര്യം വരില്ല. നിങ്ങളുടെ വസ്ത്രം കണ്ടാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാകും ഇയാളോട് കളിക്കുന്നത് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന്. നിങ്ങളെ പരിഹസിക്കാൻ ആരും ധൈര്യപ്പെടില്ല. നാലാമത്തെയും ഏറ്റവും വലിയതുമായ ഗുണം അടഞ്ഞ ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കുന്നു എന്നതാണ്. ആചാര്യ ചാണക്യന്റെ ആ ശ്ലോകത്തിൽ നാം അറിഞ്ഞതുപോലെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവനും വൃത്തികെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നവനുമായ മനുഷ്യനെ ലക്ഷ്മീദേവിയും എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു. ഇതിനു പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. വിജയവും സമ്പത്തും വലിയ അവസരങ്ങളും എപ്പോഴും തേടിയെത്തുന്നത് ആളുകൾ വിശ്വസിക്കുന്ന വ്യക്തികളെയാണ്. കൂടാതെ ഈ ലോകത്തിന്റെ സത്യം ഇതാണ്: സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അറിയുന്നവരെയാണ് ലോകം വിശ്വസിക്കുന്നത്. നിങ്ങളൊരു വലിയ ബിസിനസ് തുടങ്ങാനോ വലിയൊരു ജോലി ചോദിക്കാനോ പോകുമ്പോൾ നിങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന് വിയർപ്പുനാറ്റം വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കോളറിൽ അഴുക്കുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളിൽ പണം നിക്ഷേപിക്കുമോ? ഒരിക്കലുമില്ല. സ്വന്തം ശരീരത്തിന്റെയും വസ്ത്രത്തിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തി എങ്ങനെ ഒരു വലിയ ജോലിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്നാണ് ലോകം ചിന്തിക്കുന്നത്. വൃത്തിയുള്ള വസ്ത്രങ്ങളാണ് നിങ്ങളുടെ വിജയത്തിന്റെ ആദ്യപടി. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രധാരണത്തെ ബഹുമാനിക്കുമ്പോൾ ആളുകൾ അവരുടെ വിശ്വാസം നിങ്ങളിൽ നിക്ഷേപിക്കുന്നു. തുറക്കാൻ ആളുകൾ വർഷങ്ങളോളം കഷ്ടപ്പെടുന്ന ആ അടഞ്ഞ വാതിലുകൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് തുറന്നുതരുന്നു. അഞ്ചാമത്തെയും അവസാനത്തെയും നിയമം സമയത്തിന്റെയും സ്ഥലത്തിന്റെയും നയതന്ത്രപരമായ അറിവാണ്. ആചാര്യ ചാണക്യന്റെ നയതന്ത്രം പറയുന്നത് കേവലം നല്ല വസ്ത്രങ്ങൾ ധരിച്ചാൽ മാത്രം പോരാ, മറിച്ച് ഏത് സ്ഥലത്ത് എന്ത് വസ്ത്രം ധരിക്കണം എന്നറിയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിയെന്നാണ്. ചാണക്യന് വളരെ വലുതും അപകടകരവുമായ ഒരു ചാരസേനയുണ്ടായിരുന്നു. ആ ചാരന്മാർ എപ്പോഴും വേഷം മാറിയാണ് ശത്രുക്കളുടെ ഇടയിലേക്ക് പോയിരുന്നത്. ഒരു ചാരൻ ഏതെങ്കിലും അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അയാൾ സന്യാസിയുടെ വസ്ത്രം ധരിക്കും. ചന്തയിൽ പോവുകയാണെങ്കിൽ വ്യാപാരിയുടെ വസ്ത്രം ധരിക്കും. അയാൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉടനെ പിടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യും. ഈ നയമാണ് നാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. ഒരാളൊരു മരണവീട്ടിലോ ശ്മശാനത്തിലോ വളരെ തിളങ്ങുന്ന വർണ്ണാഭമായ വസ്ത്രങ്ങൾ ധരിച്ചുപോയാൽ ആളുകൾ അയാളെ മഹാമണ്ഡനായി കണക്കാക്കും. അതുപോലെ ഒരു വിവാഹ ആഘോഷത്തിൽ ഒരാൾ തീരെ മങ്ങിയ, സങ്കടം തോന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചുപോയാലും അയാൾ വിഡ്ഢി എന്ന് തന്നെ വിളിക്കപ്പെടും. ബുദ്ധിമാനായ ഒരു മനുഷ്യൻ വെള്ളം പോലെയാണ്. നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഒരു ഗൗരവം വേണം. നിങ്ങളൊരു പൂജയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കണം. നിങ്ങളൊരു ആഘോഷത്തിന് പോകുമ്പോൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ സന്തോഷം പ്രതിഫലിക്കണം എന്ന ഈ ബുദ്ധി നിങ്ങൾ പഠിച്ചെടുക്കണം.
സമയത്തിനും സ്ഥലത്തിനുമനുസരിച്ച് സ്വന്തം രൂപം മാറ്റാൻ പഠിച്ചവൻ ഏത് സദസ്സിലെയും ജീവനായി മാറും. ലോകത്തിലെ എല്ലാവരും അവനെ നെഞ്ചിലേറ്റാൻ തുടങ്ങും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ വസ്ത്രധാരണത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റാൻ കഴിയുന്ന ആചാര്യ ചാണക്യന്റെ ആ 5 നിയമങ്ങളായിരുന്നു ഇവ. എന്നാൽ ഈ അറിവിന്റെ ഏറ്റവും വലിയതും കൈപ്പേറിയതുമായ സത്യം ഞാനിനി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വിലകൂടിയ വസ്ത്രങ്ങൾക്കും നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യാൻ കഴിയില്ല. ആചാര്യ ചാണക്യൻ പറയുന്നു, വസ്ത്രങ്ങൾ ഒരു വാതിൽ തുറക്കാൻ മാത്രമേ സഹായിക്കൂ. എന്നാൽ ആ വാതിലിനുള്ളിൽ എക്കാലവും നിലനിൽക്കാനുള്ള ശക്തി നൽകുന്നത് നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ പെരുമാറ്റവും മാത്രമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ഉറശുദ്ധമായ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്. അതിൽ വജ്രങ്ങളും മുത്തുകളും പതിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുള്ളിൽ വെച്ചിരിക്കുന്ന വാളിന് മൂർച്ചയില്ലെങ്കിലും അതിൽ തുരുമ്പെടുത്തിട്ടുണ്ടെങ്കിലും യുദ്ധക്കളത്തിൽ ആ സ്വർണ്ണ ഉറക്കി ആ പോരാളിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതുപോലെ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വിലകൂടിയതും വൃത്തിയുള്ളതുമായ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ നാക്ക് കൈപ്പേറിയതാണെങ്കിൽ, നിങ്ങളുടെ സ്വഭാവം മോശമാണെങ്കിൽ, നിങ്ങൾ ആളുകളെ വഞ്ചിക്കുന്നവനാണെങ്കിൽ, വാക്ക് പാലിക്കാത്തവനാണെങ്കിൽ, ആ വസ്ത്രങ്ങൾ കുറച്ച് മിനിറ്റുകൾ മാത്രമുള്ള ഒരു പ്രകടനമായി മാറും. നിങ്ങളുടെ ഗംഭീരമായ വസ്ത്രം കണ്ട് ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായും വരും. അവർ നിങ്ങൾക്ക് ബഹുമാനവും നൽകും. എന്നാൽ നിങ്ങളുടെ പൊള്ളയായ സ്വഭാവം അവരുടെ മുന്നിൽ വെളിപ്പെടുമ്പോൾ അവർ നിങ്ങളെ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോകും. പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല. ആചാര്യ ചാണക്യൻ വളരെ കർശനമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിങ്ങളുടെ വിലകൂടിയ വസ്ത്രങ്ങൾ കൊണ്ട് കുറച്ചു നേരത്തേക്ക് ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ സമയമെന്ന അരിപ്പ വളരെ വേഗം നിങ്ങളുടെ എല്ലാ പ്രകടനങ്ങളെയും അരിച്ച് നിങ്ങളുടെ യഥാർത്ഥ വില ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കും. പട്ടുവസ്ത്രങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഭീരുവിന് ഒരിക്കലും ഒരു മഹാനായ രാജാവാകാൻ കഴിയില്ല. നല്ല വസ്ത്രങ്ങൾ നിങ്ങളെ ലോകത്തിന്റെ തിരക്കിൽ നിന്ന് വ്യത്യസ്തനാക്കുകയും നിങ്ങൾക്ക് അവസരം നേടിത്തരികയും ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ സത്യസന്ധവും കളങ്കമില്ലാത്തതുമായ സ്വഭാവം നിങ്ങളെ ലോകത്തിന്റെ ഹൃദയങ്ങളിൽ ഭരണം നടത്താൻ പ്രാപ്തനാക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനും വസ്ത്രങ്ങൾക്കുമൊപ്പം എപ്പോഴും നിങ്ങളുടെ ആത്മാവിനെയും വാക്കുകളെയും പെരുമാറ്റത്തെയും ശുദ്ധമായി സൂക്ഷിക്കുക. ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിക്കുകയും ലാളിത്യത്തിന്റെയും വൃത്തിയുടെയും യഥാർത്ഥ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളോടും നിങ്ങളുടെ നാളെയോടും ഒരു ഉറച്ച വാഗ്ദാനം ചെയ്യുക. മനുഷ്യന്റെ തലച്ചോറിലെ വളരെ ആഴത്തിലുള്ള ഒരു നിയമമാണിത്. നിങ്ങളൊരു ഉറച്ച തീരുമാനമെടുത്ത് അത് എഴുതി ലോകത്തിനു മുന്നിൽ വെക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ മായാത്ത ഒരു രേഖയായി മാറും. നിങ്ങൾക്ക് ആ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആ വാഗ്ദാനം എക്കാലത്തേക്കുമായി ഉറപ്പിക്കാൻ ഇപ്പോൾ തന്നെ താഴെ കമന്റിൽ പോയി പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ഈ ചെറിയ വാക്കുകൾ മാത്രം എഴുതുക: എന്റെ പുതിയ രൂപം, മൈ ന്യൂ വേർഷൻ. ഭാവിയിൽ നിങ്ങൾക്ക് മടി തോന്നുമ്പോഴോ അല്ലെങ്കിൽ വൃത്തികെട്ട വസ്ത്രങ്ങളിൽ പുറത്തുപോകാൻ ചിന്തിക്കുമ്പോഴോ നിങ്ങൾ എഴുതിയ ഈ വാഗ്ദാനം നിങ്ങളുടെ മനസ്സിൽ മുഴങ്ങണം. നിങ്ങളൊരു സാധാരണക്കാരനായ പരാജിതനല്ല, മറിച്ച് ഒരു ശ്രേഷ്ഠനായ, അച്ചടക്കമുള്ള, വിജയശ്രീലാളിതനായ ഒരു മനുഷ്യനെപ്പോലെ ജീവിക്കാനുള്ളവനാണെന്ന് ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കണം. മാത്രമല്ല, ആചാര്യ ചാണക്യന്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഇത്തരം കൂടുതൽ ആഴത്തിലുള്ള രഹസ്യങ്ങൾ അറിയാൻ നിങ്ങളുടെ സ്ക്രീനിൽ വരുന്ന വീഡിയോയിലും പ്ലേലിസ്റ്റിലും ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ലോകത്തിലെ ഒരു സ്കൂളോ കോളേജോ നിങ്ങളെ പഠിപ്പിക്കാത്ത മനുഷ്യ സ്വഭാവത്തിന്റെയും ഈ കലിയുഗത്തിന്റെയും കൈപ്പേറിയ സത്യങ്ങളാണ് ഞങ്ങളതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തരം സത്യസന്ധവും കൈപ്പേറിയതും ജീവിതം മാറ്റിമറിക്കുന്നതുമായ കാര്യങ്ങളുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കൺ തീർച്ചയായും അമർത്തുക. ആചാര്യ ചാണക്യൻ പറയുന്നു, ശരിയായ സമയത്ത് ലഭിക്കുന്ന അറിവാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ട് വിജയത്തിന്റെ ആഴത്തിലുള്ള ഏതെങ്കിലും രഹസ്യമോ ഭാവിയിൽ വരുന്ന വിലപ്പെട്ട ഏതെങ്കിലും വീഡിയോയോ നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെടാതിരിക്കാനും നിങ്ങൾ ലോകത്തേക്കാൾ എപ്പോഴും 2 ചുവട് മുന്നിലായിരിക്കാനും ബെൽ ഐക്കൺ ഇപ്പോൾ തന്നെ അമർത്തുക. ജയ് ഹിന്ദ്.